മതി 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 മതി. ഓ ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട്? ഒരു 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 ചുമ്മാ പറയണ്ട, കാര്യം പറഞ്ഞാൽ മതി. ഭയങ്കര സൗണ്ടാണ്. ഏതായാലും കൊള്ളാം. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് ജി. ഇന്നിപ്പോൾ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഇസൂസുയുടെ എസ് ക്യാബ് ഇസഡ് ആണ്. ഞാൻ ഈ വാഹനം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കിതിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതല്ലാതെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഫീച്ചറിൻ്റെ കാര്യത്തിലാണ് നമ്മൾ ഇന്നിപ്പോൾ ഒരു ചെറിയ മാറ്റം വരുത്താൻ പോകുന്നത്. അതായത് ഇത്രയും വലിയൊരു വാഹനത്തിൻ്റെ ഹോൺ സൗണ്ട് കുറച്ച് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് ഇതിൻ്റെ ഹോണിൻ്റെ സൗണ്ട് ഒന്ന് മാറ്റി നല്ല കിടുക്കാച്ചിയാക്കാൻ വേണ്ടി പോവാണ്. ഈ കാണുന്ന മോക്കോയുടെ ഹോണാണ് നമ്മൾ ഇന്നിപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ ഈ മോക്കോ എന്ന് പറയുന്ന കമ്പനി നമുക്കറിയാം, ഞാൻ ഒരുപാട് പ്രോഡക്റ്റ്സ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ഹോൺ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഏതായാലും എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. യെസ്, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ഞാൻ ഹുഡൊന്ന് തുറക്കുകയാണ്. നമ്മുടെ സാധാരണ ചെറിയ വാഹനങ്ങളിലൊക്കെ തുറന്ന് ഈ വലിയൊരു വാഹനം തുറക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ ഹുഡ് തുറന്നു. ഇതിൻ്റെ രണ്ട് ഹോണാണ് വരുന്നത്, ഒരു ലോ പിച്ചും ഒരു ഹൈ പിച്ചും ആണ് വരുന്നത്. ലോ ഇവിടെയും ഹൈ ഇവിടെയും, രണ്ട് സൈഡ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 ഈ 4 ക്ലിപ്പുകൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. യെസ്, വാ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ സൈഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ കൊടുത്തിരിക്കുന്നതാണ് ഹോൺ. ഈ ഹോൺ ഞാൻ ഇപ്പം തന്നെ നിങ്ങൾക്കൊന്ന് അഴിച്ചു കാണിച്ചു തരാം. ഈ കാണുന്ന ഒരു കുഞ്ഞു ഹോണാണ് നമുക്ക് ഈ വാഹനത്തിൽ വരുന്നത്. ശരിക്കും എനിക്ക് സൗണ്ട് ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ എന്നാലും നമുക്ക് ആൾക്കാർ മാറണം, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വാഹനം വരുന്നു എന്നുള്ളൊരു ഫീല് കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഹോൺ മാറ്റുന്നത്. തീരെ ചെറിയൊരു ഹോണാണ് ഇതിൽ വരുന്നത്. അതിൽ മാത്രമേ എനിക്കൊരു നെഗറ്റീവ് പറയാനുള്ളൂ. ആ ഒരു ഇത്രയും ചെറിയ വലിയൊരു ഹോൺ കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ഗുമ്മുള്ളൊരു ഹോൺ കൊടുക്കാൻ തോന്നി. ഇനി നമ്മുടെ മോക്കോയുടെ ഹോൺ കൊടുത്ത് കണ്ടാലോ. ഇതാണ് നമ്മുടെ മോക്കോയുടെ ഹോൺ വരുന്നത്. വിൻടോൺ പോലത്തെ ഹോൺ തന്നെയാണ് വരുന്നത്. എന്നാൽ ഈ കുഞ്ഞ് ഹോൺ നമ്മൾ മാറ്റി ഈ ഹോണാണ് ഇപ്പോൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2 ഹോൺസ് ഉണ്ട്. അപ്പം റൈറ്റും ലെഫ്റ്റും ആണ് നമ്മളിപ്പോൾ മാറാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹോൺ നിങ്ങൾ കണ്ടു, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിൽ വേറൊരു കാര്യം കൂടെ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ സിംഗിൾ പോയിൻ്റ് ആണ് വരുന്നത്. അതായത് ഒരൊറ്റ കപ്ലർ മാത്രം നമുക്ക് കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനുള്ളൂ. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കാണിച്ചോ. ഇതുപോലെ ഒരു സിംഗിൾ വയർ മാത്രമേ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ബോഷ് ക്ലിപ്പ് നമുക്ക് ഇതും അടുത്തൊരു ബോഷ് ക്ലിപ്പ് നമുക്ക് ബോഡിയിലോട്ടും കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്നതെന്ന്. ഈ ടൈപ്പ് 2 ലൈനാണ് നമ്മുടെ ഹോളിൽ വരുന്നത്. 2 ബോഷ് ക്ലിപ്സ്, ഒരു ക്ലിപ്പ് ഇവിടെ, ഒരു ക്ലിപ്പ് ഇവിടെ. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം, നമുക്ക് കമ്പനി വരുന്ന ഒരു ക്ലിപ്പ് ഇതിലോട്ടും കണക്ട് ചെയ്യാം. ഈ ഒരു ലൈനിൻ്റെ അറ്റത്ത് നമുക്കൊരു ക്ലിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മൾ നോർമൽ ഏതെങ്കിലും ഒരു ബോഡിയിൽ നിന്നൊക്കെ കണക്ട് ചെയ്യുന്ന ടൈപ്പ് ഈ ടൈപ്പ് ക്ലിപ്പ് ഒരെണ്ണം മേടിക്കുക. ഈ ക്ലിപ്പ് മേടിച്ചു കഴിഞ്ഞാൽ നേരെ ഇവിടെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഈ ടൈപ്പ് ക്ലിപ്പ് നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോഷ് ക്ലിപ്പും നേരെ ബോൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നേരെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ ഹോൺ കണക്ട് ചെയ്തിരുന്നത്, അതായത് ഇത് സ്ക്രൂ ചെയ്തിരുന്ന സ്ഥാനത്ത് തന്നെ, അതായത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഈ സ്ഥാനത്ത് തന്നെ, അതായത് ഈ പോർഷനിലായിട്ടാണ് നമുക്ക് ആ വയർ കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്ന വയറാണ്, ഇവിടെയാണ് നമ്മളത് ഫിറ്റ് ചെയ്യുന്നത്. ഈ റെഡ് ലൈൻ കാണിക്കുന്നതിൻ്റെ ഇവിടെയാണ് നമുക്ക് ടൈറ്റ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഇതിൻ്റെ ഒരു പിന്ന് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നു, അടുത്ത പിന്ന് മാറ്റി നേരെ ഈ ഒരു പോർഷനിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി തീർന്നു. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഇത് ചെയ്യാൻ സാധിക്കും. ഒരു വർക്ക്ഷോപ്പിൽ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, സ്വന്തമായിട്ട് വീട്ടിലിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. ഇതുപോലെ നമ്മൾ കണക്ട് ചെയ്യുക, നേരെ ഈ ഹോണിലോട്ട് ഇട്ടു, അത് കഴിഞ്ഞ് നേരെ ഇത് വെച്ച് നമ്മൾ ചുമ്മാ ബോൾട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ 2 ഹോണും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ക്ലിപ്സ് ഒന്നും ഇട്ടിട്ടില്ല, വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം സൗണ്ട് എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ കേട്ട് നോക്കുക. മൈക്കിൻ്റെ ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഒച്ചയും നമുക്കൊന്ന് കേൾക്കാം. എങ്ങനെയുണ്ട്? എനിക്ക് നല്ല കിഡുമായിട്ട് തോന്നുന്നുണ്ട്. ഏതായാലും ഞാൻ ക്യാമറ പിടിക്കാം. മിസ്റ്റർ ആൽവിൻ ഒന്ന് ഇട്ടോ. ഇനിയിപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള സൗണ്ട് നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാം. മതി 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 മതി. ഓ ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട്? ഒരു ചുമ്മാ പറയണ്ട, കാര്യം പറഞ്ഞാൽ മതി. ഭയങ്കര സൗണ്ടാണ്. ഏതായാലും കൊള്ളാം. അങ്ങനെ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതുപോലത്തെ ഒരുപാട് അപ്ഗ്രഡേഷൻസ് നമ്മുടെ ഈ വാഹനത്തിൽ വരുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.